ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 44 21 വേദഭാഗം. ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവൻ ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ നിഗൂഢമായിരിക്കുന്ന പല രഹസ്യങ്ങളുണ്ട്. അത് ഈ ലോകത്തിൽ ആരോടും അവൻ പറഞ്ഞിട്ടുണ്ടാകത്തില്ല. എന്നാൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നിഗൂഢമായ പല രഹസ്യങ്ങളും ദൈവത്തിന് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയും. അവൻ്റെ കണ്ണുകൾക്ക് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു ചിന്തയും വിചാരത്തെയും വിവേചിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. ഇതുകൊണ്ട് രണ്ട് വിധത്തിലുള്ള ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് തിന്മകളുണ്ടെങ്കിൽ, പാപമുണ്ടെങ്കിൽ, ആ പാപത്തെ പരിഹരിക്കുവാൻ, ആ തിന്മകളെ പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കത് ബോധ്യപ്പെടുത്തി തരും. അപ്പോൾ തെറ്റുകളെ തിരുത്തി ആത്മീയ ജീവിതത്തിനകത്ത് മുന്നേറുവാൻ നമുക്ക് കഴിയും. അതുമാത്രമല്ല, ഹൃദയത്തിനകത്ത് പലപ്പോഴും പകയും വിദ്വേഷവും മനുഷ്യരാൽ ഉണ്ടായ മുറിവുകളും ഒക്കെ ഒളിപ്പിച്ച് നമ്മൾ വച്ചിട്ടുണ്ട്. ആരോടും ഇത് തുറന്നു പറയാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന്, വളർച്ചയ്ക്ക് അതെന്നും ഒരു തടസ്സമായി തീരും. പല അപകർഷതാബോധത്തിലേക്ക് നമ്മളെ അത് വലിച്ചു കൊണ്ടുപോകും. എന്നാൽ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുള്ളതുകൊണ്ട് ഹൃദയത്തിൻ്റെ അങ്ങനെയുള്ള മുറിവുകളെയും നമ്മുടെ ജീവിതത്തിനകത്ത് മറ്റുള്ളവരോട് അടിഞ്ഞുകൂടിയിരിക്കുന്ന പകയും വിദ്വേഷവും ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ബോധ്യപ്പെടുത്തി തന്ന് അതിനെ സൗഖ്യമാക്കി തരുന്നത് കൊണ്ട് ആത്മീയ ജീവിതം വിജയകരമായിട്ടും ആനന്ദകരമായിട്ടും സന്തോഷകരമായിട്ടും ഒക്കെ മുന്നോട്ട് പോകുവാൻ അത് സഹായിക്കും. അതുകൊണ്ട് നമ്മളിന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുന്ന ഒരു ദൈവമുള്ളതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ പകരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളെ തുറന്നു പറഞ്ഞ് അതിനകത്ത് പരിഹരിക്കേണ്ടത് പരിഹരിച്ചുകൊണ്ട് ആത്മീയ ജീവിതം വിജയകരമായി പോകുവാൻ ഞാൻ സമർപ്പിക്കുന്നു. സ്വർഗീയ കർത്താവെ, ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ. സൗഖ്യമാക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ആമേൻ.